ഇന്നലെ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് പഠിച്ചല്ലോ. അപ്പൊ നമുക്ക് ഫാബ്രിക് വിരിച്ചിട്ട് നമ്മുടെ ട്രേസിംഗ് പേപ്പറിന്റെ ഇങ്കുള്ള വശം അടിയിലേക്ക് ഇട്ട് അതിന്റെ ആ ഒരു ഇങ്കില്ലാത്ത വശം മുകളിൽ വരുന്ന രീതിയിൽ അതിന്റെ മുകളിൽ ഈ ഒരു പെർട്ടിക്കുലർ കാന്തയുടെ പ്രിന്റ് ഔട്ട് വെച്ചിട്ട് അപ്പൊ നമ്മൾ ഈ ഒരു ലീഫ് മാത്രമല്ല കേട്ടോ, ലോകത്തിന്റെ താഴെയുള്ള എന്ത് രൂപവും നമുക്ക് ഇങ്ങനെ റണ്ണിങ്ങിന്റെ ലൈൻസ് ഇട്ട് കൊടുത്തിട്ട് ഭംഗിയായിട്ട് തുന്നാൻ പറ്റും. ഇത് നമുക്ക് ആദ്യം ഒന്ന് ട്രേസ് ചെയ്യാം. ഇനി വലിയ പാടുള്ള പണിയൊന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ കറക്റ്റ് ഡിസ്റ്റൻസ് കൊടുത്ത് തുന്നുമ്പോൾ വൃത്തിയായിട്ട് തുന്നണം എന്ന് മാത്രം. ഇതിപ്പോൾ പ്രത്യേകിച്ച് റൂളൊന്നും ഇല്ല. ഇപ്പോൾ ആ ലൈനൊന്നും ഞാൻ നോക്കുന്നില്ല, കാരണം എനിക്ക് ലീഫിൻ്റെ ഒരു ഷേപ്പ് അറിയാവുന്നതുകൊണ്ട് അതനുസരിച്ചിട്ട് ഞാൻ വരയ്ക്കുകയാണ് കേട്ടോ. നമ്മുടെ ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഒറ്റ ലീഫാണ് കേട്ടോ ട്രേസ് ചെയ്തെടുത്ത്. ഇത് നമുക്കൊന്ന് തുന്നി നോക്കിയാലോ. ഒരു 2 സ്റ്റാൻഡിൻ്റെ തിക്നെസ് മതി നമുക്കിത് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഓരോ ലൈൻസും ഓരോ ഷെയ്ഡ് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. പക്ഷെ എനിക്ക് ടൈം കൺസ്ട്രെയിൻ ഉള്ളതുകൊണ്ട് ഞാനൊരു മൾട്ടി കളർ ത്രെഡാണ് എടുത്തത് കേട്ടോ. ഈ റണ്ണിങ് ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു റൂള്, ഈ ഒരു കെട്ട് നല്ല സ്ട്രോങ് ആയിരിക്കണം. അടിയിൽ നിന്ന് അത് പൊങ്ങി വന്നു കഴിഞ്ഞാൽ ഫുൾ ത്രെഡ് ഇളകി പോകും. അതുപോലെ തന്നെ നമ്മൾ ഫിനിഷ് ചെയ്യുന്ന സമയത്തും ആ ഒരു എന്താ പറയുക, ആ ഒരു ത്രെഡിൻ്റെ എൻഡ് നന്നായിട്ട് കെട്ടിയേക്കണം. കാരണം എന്ന് വെച്ചാൽ വേറെ എങ്ങും നമ്മൾക്ക് നോട്ട് വരുന്നില്ല. ഒരെണ്ണം ഇളകി പോയാൽ മൊത്തം ഇളകി പോകും. അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് ഹാപ്പി ആയിരിക്കില്ല. നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ 2 നൂലിൻ്റെ തിക്നെസ് എടുത്തോളൂ, എങ്കിലാണ് കാണാനൊരു ഭംഗിയുള്ളൂ. ഇതുപോലെയൊക്കെ കുരുങ്ങിപ്പോയി കഴിഞ്ഞാൽ കെട്ടെടുത്തിട്ട് വേണം അടുത്തേക്ക് പോകാനേ. നമുക്ക് എളുപ്പത്തിൽ റൺ ചെയ്യണം തോന്നിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഗ്യാപ്പ് മാത്രം കുത്തി പോവാം, പെട്ടെന്ന് കഴിയും. ഒന്നെങ്കിൽ ഇതുപോലെ മൾട്ടി കളർ ത്രെഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തണ്ടിൻ്റെ കളർ പിന്നെ ലീഫിൽ യെല്ലോയുടെ തന്നെ 2-3 ഗ്രേഡിയൻസ് ഒക്കെ കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയാവും. കാന്ത സ്റ്റിച്ച് പാറ്റേൺസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പാറ്റേൺസ് നിങ്ങൾക്ക് കിട്ടും. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടി ഇത് സ്പ്രെഡ് ചെയ്ത് തുന്നി കൊടുക്കാം. ഈ ഒരു പാറ്റേണിൽ ഗ്യാപ്പും സ്റ്റിച്ചിൻ്റെ വലിപ്പമൊക്കെ സെയിം ആണ് കേട്ടോ. നമ്മൾ ഏകദേശം ആ ഒരു ഗ്യാപ്പ് നോക്കി കുത്തിപ്പോയാൽ മതി. സോ മോൾ ഭാഗവും അടിഭാഗവും അത്രയും വൃത്തി ഉണ്ടാവണം നമ്മൾ വർക്ക് ചെയ്യണ സമയത്ത്. ക്യാൻവാസൊക്കെ ആണെങ്കിൽ അടിഭാഗം വിസിബിൾ ആവില്ല, അതുകൊണ്ട് നമുക്ക് എന്ത് വേണം തോന്നിയ ദിവസം കാണിക്കാം. പക്ഷേ ക്ലോത്തിൽ ചെയ്യുമ്പോൾ അങ്ങനെയല്ല, ബാക്ക് സൈഡ് ഫ്രണ്ട് സൈഡോളം തന്നെ നല്ല വൃത്തി ഉണ്ടാവണം കാണാനായിട്ട്. സോ ഇങ്ങനെ പൊട്ടിച്ച് മാറ്റാം. മൾട്ടി കളർ ചെയ്തുകൊണ്ട് നല്ല ഭംഗിയിലെ വർക്ക് കാണാൻ. അപ്പോൾ റണ്ണിങ് സ്റ്റിച്ച് കൊണ്ടുള്ള കാന്ത ബോക്സ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഏത് രൂപത്തിൽ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ പാറ്റേൺസ് ഉണ്ടാക്കി തുന്നിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ഇനി റണ്ണിങ്ങിൽ 2 മോഡിഫിക്കേഷൻ ഉണ്ട്, അത് നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം. സൺഡേ ഓഫാണ്, മൺഡേ നമുക്ക് ക്ലാസ്സിലെടുക്കാം കേട്ടോ. ലവ് യു ഓൾ, സ്റ്റേ കണക്റ്റഡ്, ബൈ.